ഒരാഴ്ചയായിട്ട് പനിയായിട്ട് ആകെ ശോകമായിരുന്നു. ഇന്നാണല്ലോ ഒന്ന് റെഡി ആയത്. അപ്പോൾ ഇതിന് മുന്നേ ചെയ്ത എല്ലാ AUPAR വീഡിയോയും നിങ്ങൾക്ക് മനസ്സിലായെന്നും അത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെ ഇരിക്കും പിന്നെ എന്ത് വീഡിയോ അടുത്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ AUPAR ആയിട്ട് വരുന്ന സമയത്ത് എനിക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് തന്നെ അങ്ങ് ചെയ്തേക്കാണ്. അപ്പോൾ അതിലെ മെയിൻ സംശയമായിരുന്നു എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. സോ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം അത് തന്നെയാണ്. ഹൗ ടു ഫൈൻഡ് എ പെർഫെക്റ്റ് AUPAR ഫാമിലി. എങ്ങനെയാണ് ഒരു നല്ലൊരു AUPAR ഫാമിലിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും വെബ്സൈറ്റിൽ കൂടെ ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ ഏജൻസി വഴി ചെയ്യുന്നവരാണെങ്കിലും എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് എങ്ങനെയാണ് ഒരു ഫാമിലിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. സോ ഈ ഒരു വീഡിയോയുടെ കൂടി അതെല്ലാം ക്ലിയർ ആവുന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഇത് കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ കാണുന്നവരൊക്കെ ഒരു ലൈക്കും ഒരു ഷെയറൊക്കെ ചെയ്തിട്ടും കൂടി പോകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ഒത്തിരി പേര് നമ്മുടെ ചുറ്റിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഷെയറിങ്ങിലൂടെ അത് അവർക്കൊരു എന്താ പറയുക അവർക്കൊരു ഇതിനെപ്പറ്റി അറിയാനും അപ്പോൾ കൂടുതലും ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. സോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഒത്തിരി ലാഗ് എടുപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാണ്. എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് AUPAR ഫാമിലി തിരഞ്ഞെടുക്കാം എന്നുള്ളതിൻ്റെ ടിപ്സാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ബി ക്ലിയർ അബൌട്ട് യുവർ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് നമുക്കിപ്പോൾ കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. എനിക്ക് ഇത്ര വയസ്സോട്ട് ഇത്ര വയസ്സുള്ള കുട്ടീനെ നോക്കാനാണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പിള്ളേരെയൊക്കെ നോക്കാൻ പറ്റത്തില്ല, എനിക്ക് ഒരു കൊച്ച് 2 കൊച്ചിനെയൊക്കെ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ചുറ്റുപാടുള്ളൊരു കാര്യത്തിനെ പറ്റി നമുക്ക് കുറേ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. എനിക്ക് കുറച്ച് ഒച്ചയും ബഹളമൊക്കെ ഉള്ള എനിക്കൊരു സിറ്റിയിലാണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് എനിക്ക് കുറച്ച് പീസ്ഫുൾ ആയിട്ട് കുറച്ച് ഒതുങ്ങിയ സ്ഥലത്ത് എനിക്ക് പോകാനാണ് ഇഷ്ടം. അങ്ങനെ കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ എക്സ്പെക്റ്റേഷൻസ് ആണ്. കാരണം അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെയിനായിട്ടും നമ്മളൊരു ഫാമിലി ഫൈൻഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ആദ്യം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വെബ്സൈറ്റിൽ കൂടി ചെയ്യുന്നവരാണ്, ഏജൻസി വഴി ചെയ്യുന്നവരാണ്, നമുക്ക് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫൈൽ ചെക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രൊഫൈൽ ചെക്കിംഗ് ഇതിലൊന്നും ഇത്ര വലിയ കാര്യം നിങ്ങൾക്ക് വിചാരിക്കും. പക്ഷേ പ്രൊഫൈൽ ചെക്കിങ്ങിൽ കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരാളെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്കൊരു ഈ ഒരു പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആളെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ നമ്മളിത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ്, ഈ ഒരു ഫാമിലിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രൊഫൈലിലാണ്. സോ ഇത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാം. നമുക്കിപ്പോൾ ചോദിക്കാൻ മടിയുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ഈ ഒരു പ്രൊഫൈൽ വായിക്കുന്നതിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യും. ഇത് പലർക്കും അറിയില്ലാത്ത ഒരു കാര്യമാണ്. പലരും ഭയങ്കരമായിട്ട് മടി പിടിച്ച് ഇങ്ങനെ പ്രൊഫൈലൊക്കെ വായിച്ച് സമയം കളയണ്ടേന്ന് ഓർത്തിരിക്കുന്നവരാണ്. പക്ഷെ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യം പോലും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം അവരുടെ പ്രൊഫൈൽ നല്ല രീതിയിൽ വായിച്ച് അവരെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചില ഫാമിലീസ് അവരുടെ ചില ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവില്ല, ചിലതൊക്കെ മിസ്സിങ് ആയിരിക്കും. സോ അങ്ങനെയുള്ള ഫാമിലീസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ പറയാണ്, നിങ്ങളെ പ്രൊഫൈൽ ചെക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരിക്കലും നിങ്ങൾ വായിക്കാതെ ചുമ്മാ ഒരു എടുത്തിയാട്ടത്തിന് ഇത് കുഴപ്പമില്ല ഈ ഒരു ഫാമിലി മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും പോകരുത്. പ്രൊഫൈൽ ചെക്കിങ് അത് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മദർ ടങ് ആണ്. നമ്മളിപ്പോൾ ഒരു AUPAR ഫാമിലി തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ അവർ ജർമ്മൻ മദർ ടങ് തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കൺട്രീസിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നുണ്ട്, അവർക്കും AUPAR അലൗഡ് ആണ്. പക്ഷെ ഒരിക്കലും ഇന്ത്യൻ ഫാമിലിയിലോട്ട് നമുക്ക് AUPAR ആയിട്ട് പോകാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ റൂള്. സോ മദർ ടങ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എങ്ങനെയാണ് അവർ ഇന്ന മദർ ടങ് ആണോ അറിയുക എന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പോയിന്റിൽ തന്നെ പറഞ്ഞത് പ്രൊഫൈൽ ചെക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ പ്രൊഫൈൽ വായിക്കുമ്പോൾ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ടാവും അവർ ഏത് രാജ്യത്തുള്ളവരാന്ന് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഏഷ്യനിൽ നിന്നുള്ളവരായിരിക്കും, പക്ഷെ ഇവിടെ ജർമ്മനിൽ മൂവ്ഡ് ആയിട്ട് ഇത്ര നാളായി എന്നുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അതിനകത്ത് ഉണ്ടാവും. സോ മാക്സിമം സെയിം മദർ ടങ് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ഫാമിലിയുമായിട്ട് മുന്നോട്ട് എന്താ പറയുക ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരിക്കലും അവർ ചോദിക്കുന്നതിൻ്റെ റിപ്ലൈ മാത്രമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കാതെ നമ്മൾ കൂടുതലായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. എങ്കിലും നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും പറയില്ല പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയില്ല, പക്ഷേ നമുക്കൊരു ഏകദേശം അവരുമായിട്ട്
ഇപ്പോൾ കൂടുതൽ പേർക്ക് ഇവിടെയുള്ള കൂടുതൽ പേർക്ക് ഇന്ത്യനെ കുറിച്ച് അറിയാവുന്നവരായിരിക്കും, കൂടുതൽ പേര് ഇന്ത്യയിൽ വന്നിട്ടുള്ളവരുമാണ്. പിന്നെ ചിലർക്ക് ഇന്ത്യനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല, ചിലർ ഏഷ്യയിലൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലായിടത്തും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. സോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തുണ്ടായാലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ചിലർക്ക് ഇന്ത്യക്കാർ ഇഷ്ടമാവും, ചിലർക്ക് ഇന്ത്യക്കാർ ഇഷ്ടാവില്ല. സോ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനിലൂടെ അവർക്ക് നമ്മുടെ അടുത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ചൈൽഡ് ആൻഡ് വർക്ക് ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ അവരവരുടെ പ്രൊഫൈൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും എല്ലാ ഡീറ്റെയിൽസ്. എന്നിരുന്നാൽ പോലും നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ അവരുമായിട്ട് ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് എല്ലാ കാര്യം ചോദിച്ചറിയാം. കുട്ടിയുടെ ഇഷ്ടങ്ങൾ, കുട്ടി ഫ്രീ ടൈമിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, കുട്ടിയുടെ ഹോബീസ്, ഞാൻ എന്തൊക്കെയാണ് കുട്ടിക്ക് വേണ്ടി ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാ കാര്യം ചോദിച്ചാൽ. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഡീറ്റെയിൽസും ചോദിച്ച് മാക്സിമം അറിയാം. എനിക്ക് എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്, അതുപോലെ തന്നെ ഞാൻ എത്ര സമയം വരെയാണ് വർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ പെറ്റുള്ള വീട്ടിലൊക്കെയാണ് മേ ബി നമ്മൾ തന്നെ ആയിരിക്കും പെറ്റ്സിന് നോക്കുക. അപ്പോൾ പെറ്റ്സ് ഞാനിപ്പോൾ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞ അലർജി ഉള്ളവരാണെങ്കിൽ ഒരിക്കലും പെറ്റ്സ് ഉള്ളിടത്തേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പം അത് നിങ്ങൾ ചോദിച്ചറിയാം. പെറ്റ്സിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണോ, ഞാനാണോ, അത് നിങ്ങൾ ചോദിച്ചറിയാം. ചിലപ്പോൾ ചില വീട്ടിൽ കൂടുതൽ ഇവിടെ പെറ്റ്സിനെയൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് കടയിൽ കൊണ്ടിട്ടാണ് ഗ്രൂമിങ്ങും സംഭവമൊക്കെ ചെയ്യിപ്പിക്കുക. ചിലപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അതിനെ കൊണ്ട് നടന്നാൽ മതിയായിരിക്കും. എന്നിരുന്നാൽ പോലും അതും ചോദിച്ചറിയാം. ഒരിക്കലും നമ്മൾ അവരെന്ത് വിചാരിക്കും എന്ന് ഓർത്ത് ചെയ്യരുത്, ചോദിക്കാതിരിക്കുക. കാരണം നമ്മളാണ് ഇവിടെ വന്ന് ജീവിക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് എല്ലാ കാര്യവും മാക്സിമം ചോദിച്ചറിയുക. നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാനിപ്പം പറയാത്തതായ കുറേ കാര്യങ്ങളുണ്ടാവും, ജോലിനെ പറ്റിയോ അല്ലെങ്കിൽ കുട്ടീനെ പറ്റിയോ നിങ്ങൾക്ക് അറിയാൻ കുറേ കാര്യങ്ങളുണ്ടാവും. നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെയാണ് ആ ടൈമിൽ വരുന്നത് അതെല്ലാം നിങ്ങൾ ചോദിച്ചറിയുക. ഓക്കെ, അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൊഫഷൻ ആൻഡ് സാലറി ഡീറ്റെയിൽസ് ആണ്. പ്രൊഫഷൻ ആൻഡ് സാലറി ഡീറ്റെയിൽസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതും ഇപ്പോൾ ഓൾറെഡി അവരുടെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അവരോട് അതും ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ മിനിമം ഒരു AUPN കൊടുക്കുന്നത് 250 യൂറോ ആണ്. ചില ഫാമിലീസ് ചില ദയ തോന്നിയിട്ട് ചിലപ്പോൾ 4-5 കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ ദയ തോന്നിയിട്ട് കുറച്ചും കൂടി പൈസ കൂട്ടാൻ ചാൻസ് ഉണ്ട്. സോ സാലറി ഡീറ്റെയിൽസിൻ്റെ കാര്യം ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ അവർ ഏത് പ്രൊഫഷനിലുള്ളവരാണ്, ഇപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ, പോലീസ്, അങ്ങനെ പല പ്രൊഫഷനിലുള്ളവരാണ്. പിന്നെ ഈ ജർമ്മനിയിലെ ഒരു റൂൾ അനുസരിച്ചിട്ട് കൂടുതലും ഈ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് AUPേഴ്സിനെ അവരെടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രൊഫഷനും സാലറി ഡീറ്റെയിൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും ഒരിക്കലും മിസ് ചെയ്യാതെ ചോദിച്ചറിയാനും പ്രൊഫൈല് വായിച്ച് മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വന്നിട്ടുണ്ട് ലാംഗ്വേജ് ആൻഡ് സിറ്റിയാണ്. ഈ ലാംഗ്വേജ് ആൻഡ് സിറ്റി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില ഫാമിലീസ് ഇംഗ്ലീഷും ജർമ്മനും അറിയാം, ചില ഫാമിലീസിന് ഇംഗ്ലീഷ് അറിയത്തില്ല, വേറെ ലാംഗ്വേജ് ഒക്കെ ആയിരിക്കും അറിയാവുന്നുള്ളത്. അപ്പോൾ മാക്സിമം ഇംഗ്ലീഷും ജർമ്മനും അറിയാവുന്ന ഫാമിലിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് അവരുടെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വേറെ ലാംഗ്വേജ്, ഇപ്പോൾ ഇംഗ്ലീഷ് അല്ലാതെ വേറെ ലാംഗ്വേജ് അറിയാവുന്ന ഒരു ഫാമിലി ആണെങ്കിൽ നമ്മൾ അഗെയിൻ ഈ ജർമ്മൻ അല്ലാതെ നമ്മൾ ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, അതല്ലാതെ നമ്മൾ പിന്നെയും വേറൊരു ലാംഗ്വേജിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മാക്സിമം ജർമ്മനും ഇംഗ്ലീഷും അറിയാവുന്ന ഒരു ഫാമിലിനെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ സിറ്റി കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രൊഫൈലിൽ അവരുടെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മാപ്പിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ടൈപ്പ് ചെയ്ത് നോക്കുക, നിയറസ്റ്റ് ആയിട്ടുള്ള സിറ്റി നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ ടൈമിൽ ചോദിക്കാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇൻ്റർവ്യൂ ടൈമിൽ ചോദിക്കുക. പക്ഷെ അതുവരെയുള്ള നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുതെന്നാണ് ഞാൻ പറയാം. മാക്സിമം നിങ്ങൾ ഗൂഗിളിൽ നോക്കി ഈ ഒരു സ്ഥലം അടിച്ചു കൊടുത്തിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള സിറ്റി നോക്കുക. അപ്പം നിങ്ങൾക്കൊരു സിറ്റിയും ഇപ്പം നിങ്ങളുടെ ഈ ഫാമിലി കുറച്ചോട്ട് ഉള്ളിലോട്ടാണോ, അതായത് സിറ്റിയിൽ നിന്ന് മാറിയിട്ടാണോ അല്ലെങ്കിൽ സിറ്റിയുടെ അടുത്താണോ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ സിറ്റിയിൽ നിന്ന് മാറിയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം പാടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ എന്താവശ്യത്തിനും നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സോ ലൊക്കേഷൻ ചെക്ക് ചെയ്യുക, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതും നിങ്ങൾ മറക്കാതെ ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്തായിട്ട് നമ്മൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്തിനാണ് ഇവിടെ വരുന്നത്, പഠിക്കാൻ വേണ്ടിയിട്ട് ജർമ്മൻ ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ അതൊരിക്കലും വിട്ട് കളയാൻ പാടില്ല. നമ്മൾ നമ്മുടെ ലാംഗ്വേജിനെ പറ്റി അവരോട് ചോദിക്കുക.
ഇപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളിപ്പോൾ B2 പഠിച്ച ഒരാളാണെങ്കിൽ ഒരിക്കലും ഓക്കെ എനിക്ക് B2 ലെവൽ ഉണ്ട് എന്ന് പറയരുത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ B2 ഇവിടുത്തെ ജർമ്മൻ പഠിപ്പിക്കുന്ന രീതി അവിടെയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ A1 തൊട്ട് ഓരോ ലെവൽസ് ഉണ്ട്. A1.1, A1.2, അതുപോലെ A2, അങ്ങനെ B2 വരെ ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും B2 ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നാലും നമുക്ക് ഇവിടെ വരുമ്പോഴേ ഓക്കെ B2 ഉണ്ടായിട്ട് പോലും എനിക്ക് B2 ഉണ്ടായ ഒരാളാണ്. പക്ഷെ B2 വെച്ച് ഇവിടെ വന്നിട്ട് പോലും ഒരു A2 ലെവൽ പോലും ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു മനസ്സിലാവും. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ കറക്റ്റ് ഞാനിപ്പോൾ B2 പഠിച്ചതാണെങ്കിൽ B2 പഠിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് ഫീ ഇപ്പോൾ നമ്മുടെ സാലറി കൂടാതെ സാലറി പ്ലസ് ലാംഗ്വേജിന് അവർ ഇത്ര ശതമാനം അവർ പൈസ മുടക്കും. അതെല്ലാം ചോദിച്ചറിയുക. അപ്പം അതിൽ ആ ഒരു പൈസയിൽ കൂടുതൽ വരുന്നത് നമ്മൾ തന്നെ എടുക്കണം. ഇപ്പോൾ 70 യൂറോ ആണ് അവരെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം 100 യൂറോ ആണ് ലാംഗ്വേജ് ഫീ എങ്കിൽ ബാക്കി 30 യൂറോ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഇടണം. സോ അതുകൊണ്ട് അത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. എപ്പോൾ തൊട്ട് ലാംഗ്വേജിൻ്റെ കോഴ്സ് മറ്റിപ്പോൾ അഡ്മിഷൻ നിങ്ങൾ തന്നെ എടുത്ത് തരുമോ, അതുപോലെ നമുക്ക് പഠിക്കാൻ വന്നാന്നുള്ള മൈൻഡിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കുന്നതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവരോട് ചോദിച്ചറിയുക. ഓക്കെ, അതും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഒരിക്കലും മറക്കരുത്. പിന്നെ അടുത്തതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ്. ഇപ്പോൾ ചില ഫാമിലീസ് എന്താ പറയുക, ചില ഫാമിലീസിൽ അത്ര റെയർ ആയിട്ടുള്ള ഫാമിലീസിൽ മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്നാലും ഞാൻ എന്നാലും ഇപ്പോൾ ഒരു ഇൻ കേസ് ഒരു ഇത് വന്നാലോ, സോ നിങ്ങൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ കാര്യമൊക്കെ ചോദിച്ചറിയാം. ഫുഡ് പിന്നെ അവർ തരും. അക്കോമഡേഷൻ്റെ കേസാണ് ഇപ്പോൾ എല്ലാ ഫാമിലിയിലും തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു സിംഗിൾ റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാം ഉണ്ടാവും. ഇപ്പോൾ ചിലരുടെ അടുത്ത് അത്ര പ്ലേസ് ഇല്ലാത്തവരാണെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സ്ട്രാ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെയോ എന്തെങ്കിലും റെൻറ്റിന് എന്തെങ്കിലും എടുത്തിട്ട് നമ്മളെ അതിലോട്ടാക്കും. സോ അതുകൊണ്ട് അതും ചോദിച്ചറിയാം. ഇപ്പോൾ ചില കേസിൽ ഇപ്പം നമ്മളോട് പറയും നിങ്ങൾ കുട്ടിയുടെ കൂടെയാണ് കിടക്കേണ്ടത്, അങ്ങനെ പറയും, കുട്ടിയുടെ റൂമിലാണ് നിങ്ങൾ കിടക്കേണ്ടതെന്ന് പറയും. സോ അതെല്ലാം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ അവിടെ ചെന്നിട്ട് ബബ്ബ വെക്കുന്നതിലും ബെറ്റർ നിങ്ങൾ പ്രൊഫൈൽ കണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അപ്പം ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്നൊരു ചോദ്യം നമ്മൾ ഒരിക്കലും അവരിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യം തന്നെ ചോദിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങൾ ചോദിക്കുക, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ കാര്യം ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ടൈമിൽ മിക്ക ഫാമിലീസും ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പൈസ അവരാണ് എടുക്കുന്നത്. സോ അതുകൊണ്ട് അതും ചോദിച്ചറിയാം. ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ എടുത്തു തരുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മൈൻഡിൽ വരുന്നതൊക്കെ നിങ്ങൾ മാക്സിമം ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്നിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ഫാമിലീനെ ഫൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം ഇത് ശ്രദ്ധിച്ചേ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ഫാമിലീനെ ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഒരിക്കലും നമ്മൾ അറിയാതെ പോലും നമുക്കൊരു അബദ്ധം നമ്മുടെ കയ്യിൽ നിന്ന് വരാൻ പാടില്ല. കാരണം നമ്മൾ വേറൊരു രാജ്യത്ത് നമ്മുടെ ഫാമിലീസിനെയും എല്ലാവരെയും വിട്ട് നമ്മൾ വേറൊരു രാജ്യത്ത് വന്ന് നിൽക്കുകയാണ്. സോ ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. നമ്മൾ ഇവിടെ വന്നിട്ട് ചിന്തിക്കാൻ ഒരു അവസരം കൊടുക്കരുത്. എന്തുകൊണ്ട് ഞാൻ ആ ടൈമിൽ എനിക്ക് ചോദിക്കാനൊരു ഇത് തോന്നിയില്ല ഒരിക്കലും ഒരു അറിയാതെ പോലും നമ്മുടെ മനസ്സിൽ ചോദ്യം വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. സോ അതുകൊണ്ട് ഇതെല്ലാവരും ഇപ്പോൾ UPERൽ വരാൻ ആഗ്രഹിക്കുന്നവരും, അതുപോലെ ഇപ്പോൾ പ്രോസസ്സിങ്ങും കാര്യങ്ങളും, അതുപോലെ ഇനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും ഈ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇപ്പം ഇതല്ലാതെ ഇപ്പോൾ പറയണോ ഇവള് പറഞ്ഞ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിലായിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, എനിക്കിത് ചോദിച്ചാൽ കൊള്ളാം, എനിക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി അറിഞ്ഞാൽ കൊള്ളാം എന്ന് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. സോ മനുഷ്യനാണ്, സംശയങ്ങളുണ്ടാവും, അത് ചോദിച്ചറിയുക. ഓക്കെ, അതിലൊരിക്കലും ഒരു മടിയും വിചാരിക്കരുത്. നമ്മൾ പൊതുവേ നമ്മുടെ എല്ലാവരും ഒരു സ്വഭാവമാണ്, നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ, അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ഉള്ളവരാണ് നമ്മൾ പൊതുവേ ഉള്ള ആൾക്കാർ. സോ അതുകൊണ്ട് അതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ജീവിതമാണ്, നമ്മളാണ് ഇവിടെ വന്നിട്ട് നമ്മുടെ ലൈഫ് ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുക. ഒരിക്കലും ഒരു മടിയോ ഒരു നാണക്കേടോ അവരെന്ത് വിചാരിക്കുന്നോ ഒന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക.
പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കൂട്ടുകാർക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഷെയറിങ്ങിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ഷെയറിങ്ങിലൂടെ അറിയാത്തവർക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ കിട്ടും. സോ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ഇപ്പോൾ വ്യൂ ചെയ്ത് പോകുന്നവർ അത്യാവശ്യം ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കുക. എങ്കിലല്ലേ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. ഓക്കെ, ഇവരൊക്കെ കാണുന്നുണ്ട്, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും പേരുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വീഡിയോ ചെയ്യാം എന്ന് നമുക്ക് തന്നെ ഒരു തോന്നത്തുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.